ഹലോ ഹായ് എല്ലാവർക്കും ലേണിനോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിൽ വിവര സാങ്കേതിക വിദ്യയും സൈബർ ലോയും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒറ്റ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിവര സാങ്കേതിക വിദ്യ നിയമം 2000 പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് സെക്ഷനാണ് സുപ്രീം കോടതി ഒരു പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന കാരണത്താൽ നീക്കം ചെയ്തത്? നീക്കം ചെയ്ത സെക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന കാരണത്താൽ നീക്കം ചെയ്തതെന്നാണ് 2015 മാർച്ച് 24 സുപ്രീം കോടതി വിധി പ്രകാരമാണ് ആ സെക്ഷൻ നീക്കം ചെയ്തതെന്നാണ് 2015 മാർച്ച് 24. ആ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 66A ആണോ, സെക്ഷൻ 66B ആണോ, സെക്ഷൻ 66C ആണോ, അതോ ഡി ആണോ? ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 66A ആണ്. 2015 മാർച്ച് 24 സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത സെക്ഷനാണ് 66A. 17ാമത്തെ ആക്ട്, 17th ആക്ട് ആണ് അത്. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, സെക്ഷൻ 66B ആണ് അല്ലേ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൽ പ്രധാന ഭാഗം എന്താണ്? ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണമാണ് സെക്ഷൻ 66Bയിൽ വരുന്നത്. അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ തടവാം, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴ വരാം, അല്ലെങ്കിൽ രണ്ടും വരാം. അതാണ് സെക്ഷൻ 66B. ഇനി സി ഏതാണ്? ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ഐഡന്റിറ്റി തെഫ്റ്റ്, അതായത് വ്യക്തി വിവര മോഷണം. ഓക്കെ, ഇനി സെക്ഷൻ 66DO, ഡി എന്താണ്? ആൾമാറാട്ടം നടത്തുക എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ 66D പ്രകാരം അത് കുറ്റകരമാണ്. ആൾമാറാട്ടം നടത്തുക. ഓക്കെ, അപ്പൊ ബി എന്താണ്? എ എന്താണെന്ന് പറഞ്ഞു, ബി എന്താണെന്ന് പറഞ്ഞു, സി എന്താണെന്ന് പറഞ്ഞു, ഡി എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ ചോദ്യം എന്താണ്? വിവര സാങ്കേതിക വിദ്യ നിയമം 2000 പ്രകാരം ഏത് സെക്ഷനാണ് സുപ്രീം കോടതി ഒരു പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന കാരണത്താൽ നീക്കം ചെയ്തത്? 66A ആണ്. എന്നാണ് നീക്കം ചെയ്തത്? 2015 മാർച്ച് 24 ഓക്കെ. അടുത്ത ചോദ്യം: ചുവടെ തന്നിട്ടുള്ളവയിൽ വെബ് ബ്രൗസറുകളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. വെബ് ബ്രൗസറുകളിൽ പെടാത്തത് ഏതാണ്? പെടാത്തതാണ് അല്ലെ. ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ എപ്പിക്, ഓപ്ഷൻ ബി ടോർച്ച്, ഓപ്ഷൻ സി ഓൾട്ട വിസ്റ്റ എന്നാണ് കേട്ടോ. ഓളാണ്, ആർ എന്നല്ല കേട്ടോ, ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നാണ്. ഓൾട്ട വിസ്റ്റ എന്നാണ്. ALTAVISTA എന്നാണ്. ഓപ്ഷൻ ഡി ഒപ്പേറ. ഓക്കെ, ഇതിൽ വെബ് ബ്രൗസറുകളിൽ പെടാത്തതാണ് ചോദ്യം. പെടാത്തത് ഏതാണ്? എപ്പിക് ഒരു വെബ് ബ്രൗസറാണ്, ടോർച്ച് ഒരു വെബ് ബ്രൗസറാണ്. നോക്കി കഴിഞ്ഞാൽ കാണുന്നത് നിങ്ങൾക്ക്. ഒപ്പേറ ഈസ് ഓൾസോ എ വെബ് ബ്രൗസർ. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൾട്ട വിസ്റ്റ. ഓക്കെ, ഓൾട്ട വിസ്റ്റ ഈസ് നോട്ട് എ വെബ് ബ്രൗസർ, ഇറ്റ്സ് എ സെർച്ച് എഞ്ചിൻ. ബ്രൗസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഡേറ്റാബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡേറ്റ സെർച്ച് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ എന്ത് പറയാം? വെബ് ബ്രൗസ് ചെയ്യുക നമ്മൾ പറയാം. അതിൽ എപ്പിക് ഉണ്ടല്ലോ, എപ്പിക് ആണ് ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ വെബ് ബ്രൗസർ. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് ഇത് എപ്പിക് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, എപ്പിക്, സീമങ്കി, സഫാരി, ഓപ്പേറ, ടോർച്ച്, ഇതെല്ലാം ഏതിന് എക്സാമ്പിളാണ്? വെബ് ബ്രൗസറുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ പ്രൈമറി മെമ്മറി ഏതാണെന്നാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രൈമറി മെമ്മറി ഏതാണ്? എളുപ്പമുള്ള ചോദ്യമാണ് അല്ലെ. റോം എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡ് ഓൺലി മെമ്മറിയാണ്. ഓപ്ഷൻ ബി നോക്കിയേ, ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ സി ഫ്ലോപ്പി ഡിസ്ക്, ഓപ്ഷൻ ഡി പെൻ ഡ്രൈവ്. പ്രൈമറി മെമ്മറി ഏതാണ്? ഒരു കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറിയാണ് അല്ലെ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. പ്രൈമറി മെമ്മറി നമ്മൾ ബേസിക് ആയിട്ട് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. റാമും ഉണ്ട്, അതുപോലെ തന്നെ റോമും ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? റോം ഈസ് എ പ്രൈമറി മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയാണ്. റാം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റോം ആണ്. ഓക്കെ, റോമിനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസ് ഇറ്റ് വോളറ്റൈൽ ഓർ നോൺ വോളറ്റൈൽ? റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്. എന്താണ് നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് അതിൽ പവർ ഓഫ് ചെയ്യുമ്പോഴും റോമിൽ സൂക്ഷിക്കുന്ന ഡേറ്റ ഒന്നും നഷ്ടപ്പെടില്ല. അതാണ് എന്ത്? നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ റോം എന്ന് പറയുന്ന ഒരു പ്രൈമറി മെമ്മറിയാണ്, അത് നോൺ വോളറ്റൈൽ ആണ്. റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് ഫേം വയർ എന്നുള്ള പേരിലാണ് കേട്ടോ. ഫേം വയർ എന്നുള്ള പേരിലാണ് റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത്.
എന്താണ് പ്രൈമറി മെമ്മറി നമ്മൾ പറഞ്ഞല്ലേ? എന്താണ് സെക്കൻഡറി മെമ്മറി? പ്രൈമറി മെമ്മറി ഉണ്ടാവുമ്പോൾ എന്തായാലും എന്തോ സെക്കൻഡറി മെമ്മറി ഉണ്ടായിരിക്കും അല്ലേ? കമ്പ്യൂട്ടറിന് പുറത്ത് വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, പെൻ ഡ്രൈവ്, കണ്ടോ ഈ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതെല്ലാം. അപ്പോൾ റോം എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറി ആണെങ്കിൽ ബാക്കി ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, പെൻ ഡ്രൈവ് എല്ലാം എന്താണ്? സെക്കൻഡറി മെമ്മറിയാണ്. ക്ലിയർ? അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? മാക് എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയ ആക്സസ് കൺട്രോൾ ആണ്. അതിൽ എത്ര അക്കങ്ങളാണുള്ളത്? എത്ര ആണെന്ന് നമുക്ക് അറിയാം അല്ലെ? ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 12. മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളാണുള്ളത്? 12 അക്കങ്ങളാണുള്ളത്. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി 12. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. അതും ഒരു എളുപ്പമുള്ള ചോദ്യമാണ് അല്ലെ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാംഗ്വേജ് പ്രോസസർ ആണോ? ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ? ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ? ഓപ്ഷൻ ഡി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണോ? അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അല്ലെ? കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പ്രധാന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഏത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ റൈറ്റ് ആൻസർ ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ വിഭാഗത്തിലാണ് പെടുന്നത്. പ്രധാന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ് എക്സാമ്പിൾ ആണ് വിൻഡോസ്, ലിനക്സ് എല്ലാം അല്ലെ? യൂസറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലെ? ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം ലോഡ് ചെയ്യുന്ന പ്രോഗ്രാമുകളെ പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. കമ്പ്യൂട്ടറിനെ യൂസറുമായി പരസ്പരം ബന്ധിപ്പിക്കുന്ന മെയിൻ ഫാക്ടർ ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്നവയിൽ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓപ്പൺ ഓഫീസ് റൈറ്റർ, ഓപ്ഷൻ ബി ഓപ്പൺ ഓഫീസ് ഇംപ്രസ്, ഓപ്ഷൻ സി ജിംപ്, JIMP എന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി ലോട്ടസ് 1 2 3. ഇതിൽ ഇമേജ് എഡിറ്റിംഗ് നമുക്കറിയാം. ഇമേജ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം JIMP ആണെന്ന് മലയാളത്തിൽ കൊടുക്കുമ്പോൾ തെറ്റാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? നമ്മൾ പഠിച്ചിരിക്കുന്നത് JIMP ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്നാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ജിംപ്, JIMP. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. എളുപ്പമൊരു ചോദ്യമാണ്. ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതെന്നാണ്. നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രി എന്നൊക്കെ കൊടുത്തേ ഉള്ളൂ. ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രി പറയുമ്പോൾ സാധാ ഡേറ്റ എൻട്രി ആണ് അല്ലേ? ആൽഫ ന്യൂമറിക് ആൽഫബറ്റ്സും അതുപോലെ തന്നെ നമ്പേഴ്സും, അതാണ് ഉദ്ദേശിക്കുന്നത് ആൽഫ ന്യൂമറിക് അല്ലേ? അപ്പൊ ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് അങ്ങനെ പറയുന്നതിനേക്കാൾ ഡേറ്റ എൻട്രിക്ക് എന്ന് പറഞ്ഞാൽ മതി. കുറച്ചും കൂടി ട്വിസ്റ്റിംഗ് ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഏതാണ് അറിയാം? കീബോർഡ് ആണ് അല്ലെ? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കീബോർഡ്. കീബോർഡ് എന്ന് പറയുമ്പോൾ കീബോർഡിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ക്രിസ്റ്റഫർ ഷോൾസ് ആണ് കേട്ടോ. ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. കീബോർഡിലെ കീകളുടെ എണ്ണം എത്രയാണ്? 104 ആണ്. ഒരു കീബോർഡിലെ ഫംഗ്ഷൻ കീസിന്റെ എണ്ണം എത്രയാണ്? 12 ആണ്. അതിൽ ഏറ്റവും വലിയ കീ ഏതാണ്? സ്പേസ് ബാർ ആണ് അല്ലെ? അടുത്ത ചോദ്യം ഒരു ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ URLന്റെ പൂർണ്ണ രൂപം എന്താണ്? URL. ആ URL എന്ന് കാണുമ്പോൾ തന്നെ ഓപ്ഷൻസ് നോക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. അല്ലാതെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തെറ്റും. URL എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. അത് ഏതാണ് ഓപ്ഷൻസ് മാത്രം നോക്കുക. അല്ലാതെ യുണൈറ്റഡ് റിസോഴ്സ് ലൊക്കേഷൻ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അതാണ് ഓപ്ഷൻ ബി ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി യുണൈറ്റഡ് റിസോഴ്സ് ലോഗിൻ, യൂണിറ്റി റിസോഴ്സ് ലൊക്കേഷൻ എന്നൊക്കെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ URL നമുക്കെല്ലാം അറിയാം. URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്താണ് URL എന്ന് പറയുന്നത്? വെബ് അഡ്രസ്സുകളാണ് അല്ലെ? വെബ് അഡ്രസ്സുകൾ അറിയപ്പെടുന്ന പേരാണ് URL അല്ലെങ്കിൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. ഇന്റർനെറ്റ് വഴിയുള്ള ആശയവിനിമയം സുരക്ഷിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ HTTPS, ഓപ്ഷൻ ബി SMTP, ഓപ്ഷൻ സി TCP/IP, ഓപ്ഷൻ ഡി POP3. അപ്പോൾ ഇന്റർനെറ്റ് വഴിയുള്ള ആശയവിനിമയം സുരക്ഷിതമാകുന്നതിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, HTTPS ആണ്. എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് അല്ലെ? SMTP പറഞ്ഞാൽ എന്താണ്? SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. FTP എന്താണ്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. TCP/IP എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. POP3 എന്താണ്? POP3 പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ആണ്. പക്ഷെ നമ്മുടെ റൈറ്റ് ആൻസർ ഏതാണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്.
പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് എന്താണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അല്ലേ. ഒരു നെറ്റ്വർക്കിൽ ഓരോ കമ്പ്യൂട്ടറും പാലിക്കേണ്ട നിയമങ്ങളെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അതിൽ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആ പേരിൽ തന്നെയുണ്ട്. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ഒരു നെറ്റ്വർക്കിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് FTP എന്ന് പറയുന്നത്. അപ്പോൾ SMTP എന്താണ്? പേരിലാണ് അല്ലെ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇമെയിൽ അയക്കുന്നതിനുള്ള പ്രോട്ടോകോൾ ആണ് SMTP എന്ന് പറയുന്നത്. ഇനി ഇമെയിൽ സ്വീകരിക്കുന്നതിനുള്ള പ്രോട്ടോകോൾ ആണ് POP3 പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പൊ അയക്കുന്നത് SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇനി സ്വീകരിക്കുന്നതിനുള്ള പ്രോട്ടോകോൾ, ഇമെയിലുകൾ സ്വീകരിക്കുന്നതിനുള്ള പ്രോട്ടോകോൾ ആണ് POP3 എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. ഇനി TCP/IP എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് TCP/IP എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് വഴിയുള്ള ആശയവിനിമയം സുരക്ഷിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? HTTPS ആണ്. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം. ചില അവസരങ്ങളിൽ സതുദ്ദേശത്തോടു കൂടിയും മറ്റു ചില അവസരങ്ങളിൽ ദുരുദ്ദേശത്തോടു കൂടിയും ഹാക്കിംഗ് നടത്തുന്നവർ അറിയപ്പെടുന്ന പേര് എന്താണ്? ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, റെഡ് ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ ചില അവസരങ്ങളിൽ സതുദ്ദേശത്തോടു കൂടിയും മറ്റു ചില അവസരങ്ങളിൽ ദുരുദ്ദേശത്തോടു കൂടിയും ഹാക്കിംഗ് നടത്തുന്നവർ അറിയപ്പെടുന്ന പേരെന്താണ്? ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഓക്കെ, എന്താണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ്? അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ചെയ്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ ഡേറ്റ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് എന്ത്? ഹാക്കിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഹാക്ക് ചെയ്യുന്നവർ അറിയപ്പെടുന്ന പേരാണ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും 3 വിധേ ഉള്ളൂ. ഗ്രേ ഹാറ്റ്, വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ്. റെഡ് ഹാറ്റ് ഇല്ല. ഓക്കെ, ഏതൊക്കെയാണ്? വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ് അല്ലെങ്കിൽ ഗ്രേ ഹാറ്റ്. വൈറ്റ് ഹാറ്റ് വൈറ്റ് ആണ് അല്ലെ. വൈറ്റ് എന്താണ്? സതുദ്ദേശത്തോടു കൂടി ഹാക്കിംഗ് ചെയ്യുന്നവർ അറിയപ്പെടുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്നാണ്. ഇനി ഏതാണ്? ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. എങ്ങനെയാണ്? അത് ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സ് എന്നും പറയും. വൈറ്റ് സതുദ്ദേശമാണെങ്കിൽ ദുരുദ്ദേശമായിരിക്കും ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് അല്ലെ. ദുരുദ്ദേശത്തോടെ ഹാക്കിംഗ് ചെയ്യുന്നവർ അറിയപ്പെടുന്ന പേരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടുപേരും ചില അവസരങ്ങളിൽ സതുദ്ദേശത്തോടു കൂടിയും മറ്റു ചില അവസരങ്ങളിൽ ദുരുദ്ദേശത്തോടു കൂടിയും ഹാക്കിംഗ് നടത്തുന്ന അറിയപ്പെടുന്ന പേരെന്താണ്? ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന പേരാണ്. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം. വെബ് പേജുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ഇമേജ് അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A ഹൈപ്പർ ലിങ്ക്, ഓപ്ഷൻ B വെബ് പോർട്ടൽ, ഓപ്ഷൻ C കുക്കീസ്, ഓപ്ഷൻ D URL. റൈറ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, ഹൈപ്പർ ലിങ്ക് ആണ്. വെബ് പേജുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ഇമേജ് അറിയപ്പെടുന്ന പേരെന്താണ്? ഹൈപ്പർ ലിങ്ക് എന്നാണ്. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം. ഹൈ ലെവൽ ലാംഗ്വേജിനെ ലൈൻ ബൈ ലൈൻ എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ആൻസർ നമ്മൾ എഴുതണം അല്ലേ. ഹൈ ലെവൽ ലാംഗ്വേജിനെ ലൈൻ ബൈ ലൈനായി മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്ന ട്രാൻസ്ലേറ്റർ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? അസംബ്ലർ ആണോ, കമ്പൈലർ ആണോ, ഇന്റർപ്രിറ്റർ ആണോ, ബയോസ് ആണോ? ബയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? BIOS ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ് ബയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അസംബ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നു. ട്രാൻസ്ലേറ്റർ ആണ് ഈ അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രിറ്റർ എന്നൊക്കെ പറയുന്നത് ട്രാൻസ്ലേറ്ററുകളാണ്. അതിൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത് അസംബ്ലർ ആണ്. ഇനി സോഴ്സ് കോഡ് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത് കമ്പൈലർ ആണ്. എന്താണ് പറഞ്ഞത്? അസംബ്ലർ എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കുന്നു. ഇനി ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത് കമ്പൈലർ ആണ്. ഇനി 3ാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, ഇന്റർപ്രറ്റർ. ഹൈ ലെവൽ ലാംഗ്വേജിനെ ലൈൻ ബൈ ലൈൻ ആയി മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത് ആരാണ്? ഇന്റർപ്രറ്റർ ആണ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C ആണ്, ഇന്റർപ്രറ്റർ. ഇനിയുടെ ബയോസ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതെന്താണ്? ഒരു കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറിനെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് നമ്മൾ ബയോസ് എന്ന് പറയുക, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ CD, DVD, പെൻഡ്രൈവ് എന്നിവ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നത് അറിയപ്പെടുന്ന പേര് എന്താണ് എന്നുള്ളതാണ്. ഏതാണ്? സൈബർ ഫോർജറി ആണോ, ഡേറ്റ ഡിഡ്ലിംഗ് ആണോ, ഡേറ്റ തെഫ്റ്റ് ആണോ, സൈബർ വാൻഡലിസം ആണോ? റൈറ്റ് ആൻസർ ഓപ്ഷൻ C ആണ്, ഡേറ്റ തെഫ്റ്റ് ആണ്. ഈ സൈബർ വാൻഡലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഭാഗമോ മോഷ്ടിക്കുകയോ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? സൈബർ വാൻഡലിസം എന്ന് പറയാം. ഇനി സൈബർ ഫോർജറി എന്താണ്? കമ്പ്യൂട്ടർ, സ്കാനർ, പ്രിന്റർ എന്നിവയുടെ സഹായത്തോടെ
കൃത്രിമ കറൻസികൾ, പോസ്റ്റൽ സ്റ്റാമ്പ്, മാർക്ക് ലിസ്റ്റ് എന്നിവ നിർമ്മിക്കുന്ന രീതിയാണ് സൈബർ ഫോർജറി എന്ന് പറയുന്നത്. ഇനി സൈബർ ഡിഡ്ലിംഗ് എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ നൽകുന്നതിന് മുൻപോ മനഃപൂർവ്വം അതിലെ ഡേറ്റയ്ക്ക് മാറ്റം വരുത്തുന്ന കുറ്റകൃത്യത്തെ പറയുന്ന പേരാണ് ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം മാറിപ്പോരുത്. ഡേറ്റ തെഫ്റ്റ് എന്താണ്? അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ CD, DVD, പെൻഡ്രൈവ് എന്നിവ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതിനാണ് ഡേറ്റ തെഫ്റ്റ് എന്ന് പറയുന്നത്. സൈബർ വാൻഡലിസം എന്താണ്? കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഭാഗമോ മോഷ്ടിക്കുകയോ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്നതാണ് സൈബർ വാൻഡലിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് സൈബർ ഫോർജറി? എന്താണ്? കമ്പ്യൂട്ടർ സ്കാനർ, പ്രിന്റർ എന്നിവയുടെ സഹായത്തോടെ കൃത്രിമ കറൻസികൾ, അല്ലെ, വലിയൊരു കുറ്റമാണ്. പോസ്റ്റൽ സ്റ്റാമ്പ്, മാർക്ക് ലിസ്റ്റ് എന്നിവ നിർമ്മിക്കുന്ന രീതിനെ പറയുന്ന പേരാണ് സൈബർ ഫോർജറി. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യമായി പുറത്തിറക്കിയത് ഏത് വർഷമായിരുന്നു? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ആദ്യമായി പുറത്തിറക്കിയത് ഏത് വർഷമായിരുന്നു? 1985 ആണോ, 86 ആണോ, 1987 ആണോ, 1988 ആണോ? ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1985. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. മൊബൈൽ ഫോൺ പോലുള്ള വയർലെസ് ഉപകരണങ്ങളിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ FTP. FTP എന്ന് പറയുന്നത് എന്താണ്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്, അല്ലെ. ഓപ്ഷൻ ബി POP3. POP3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ആണ്. അപ്പൊ രണ്ടും അല്ല. ഓപ്ഷൻ സി WAP. എന്താ WAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ ആണ്. അപ്പോൾ മൊബൈൽ ഫോൺ പോലുള്ള വയർലെസ് ഉപകരണങ്ങൾ ആൻസർ കിട്ടി. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, WAP. അടുത്ത ചോദ്യമാണ് 16ാമത്തെ ചോദ്യം. IPv4 അതായത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 അത് പ്രകാരം 32 ബിറ്റുള്ള അഡ്രസ്സാണ് കമ്പ്യൂട്ടറിന് നൽകുന്നത്. എന്നാൽ വേർഷൻ 6 പ്രകാരം എത്ര ബിറ്റുള്ള അഡ്രസ്സാണ് നൽകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 128 ബിറ്റ്, 129 ബിറ്റ്, 126 ബിറ്റ്, 122 ബിറ്റ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 128 ബിറ്റ്. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. CAT7 കേബിളുകളുടെ ഡേറ്റ കൈമാറാനുള്ള കഴിവ് എത്ര GB/s വരെയാണ്? 11 GB/s, 10 GB/s, അതുപോലെ തന്നെ 12 GB/s, 14 GB/s. അപ്പോൾ ഇത്രയാണ് റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 10 GB/s വരെയാണ്. അടുത്ത ചോദ്യമാണ് 18ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഔട്ട്പുട്ട് ഉപകരണം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്കാനർ, ഓപ്ഷൻ ബി ജോയ്സ്റ്റിക്സ്, ഓപ്ഷൻ സി ലൈറ്റ് പെൻ, ഓപ്ഷൻ ഡി പ്ലോട്ടർ. താഴെ പറയുന്നവയിൽ ഔട്ട്പുട്ട് ഉപകരണം ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്ലോട്ടർ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രചാരണം എന്നിവ പ്രതിപാദിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെക്ഷൻ 66E, ഓപ്ഷൻ ബി സെക്ഷൻ 67, ഓപ്ഷൻ സി സെക്ഷൻ 67A, ഓപ്ഷൻ ഡി സെക്ഷൻ 67B. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെക്ഷൻ 67B ആണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രചരണം അതായത് ചൈൽഡ് പ്രൊണോഗ്രഫി, അത് IT ആക്ടിലെ ഏത് സെക്ഷനാണ്? സെക്ഷൻ 67B ആണ്. സെക്ഷൻ 66E എന്താണ്? വയലേഷൻ ഓഫ് പ്രൈവസി ആണ്. അതായത് വയലേഷൻ ഓഫ് പ്രൈവസിയിലെ ശിക്ഷ എത്ര വരാം? ശിക്ഷ 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ വരാം, അല്ലെങ്കിൽ ഇവ രണ്ടും വരാം സെക്ഷൻ 66E വരുമ്പോൾ. ഓക്കെ. ഇനി സെക്ഷൻ 67 തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് സെക്ഷൻ 67 വരുന്നത്. എന്നാൽ സെക്ഷൻ 67A എന്താണ്? 67A പ്രോണോഗ്രഫിയാണ്. അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രചരണം പ്രോണോഗ്രഫിയാണ് 67A വരുന്നത്. 67B ആണ് ചൈൽഡ് പ്രോണോഗ്രഫി വരുന്നത്.
അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം. IP അഡ്രസ് അടിസ്ഥാനമാക്കി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റൂട്ടർ, ഓപ്ഷൻ ബി മോഡം, ഓപ്ഷൻ സി റിപ്പീറ്റർ, ഓപ്ഷൻ ഡി ഹബ്ബ്. അപ്പൊ IP അഡ്രസ് അടിസ്ഥാനമാക്കി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അത് റൂട്ടർ ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റൂട്ടർ ആണ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കിക്കേ, മോഡം. എന്താണ് മോഡം എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് മോഡുലേഷൻ ആൻഡ് ഡീമോഡുലേഷൻ അല്ലേ. അതായത് MODEM, മോഡുലേഷൻ ആൻഡ് ഡീമോഡുലേഷൻ. അതായത് അനലോഗ് സിഗ്നൽസിന് ഡിജിറ്റൽ സിഗ്നൽസ് ആക്കുന്നു, ഡിജിറ്റൽ സിഗ്നൽസിന് തിരിച്ച് അനലോഗ് സിഗ്നൽസ് ആക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? മോഡം എന്ന് പറയുന്ന ഉപകരണമാണ്, അല്ലെങ്കിൽ രൂപഭേദം വരുത്തുന്ന ഉപകരണമാണ് ഏത്? മോഡം എന്ന് പറയുന്നത്. എന്താണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്? റിപ്പീറ്റർ ആ സിഗ്നലിനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അല്ലെ പുനഃസംപ്രേഷണം ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ഇത് റിപ്പീറ്റർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വളരെ ദുർബലമായിട്ടുള്ള താഴ്ന്ന നിലവാരത്തിലുള്ള സിഗ്നലുകൾ സ്വീകരിച്ച് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഒട്ടും കുറയ്ക്കാതെ തന്നെ ഉയർന്ന ശേഷിയിലോ അല്ലെങ്കിൽ തലത്തിലോ പുനഃസംപ്രേഷണം ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ഇത് റിപ്പീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 4ാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഹബ്ബ് അല്ലെ. ഹബ്ബ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റർ ആണ്. അതായത് ഒരു നെറ്റ്വർക്കിലെ എല്ലാ കേബിളുകളും ഒന്നിക്കുന്ന കേന്ദ്ര സ്ഥാനം അല്ലെ, ഇത് സെൻട്രൽ പ്ലേസ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റർ എന്നാണ് എന്തറിയപ്പെടുന്നത്? ഹബ്ബ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം. കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തനക്ഷമമായി വരുന്ന പ്രക്രിയയെ പറയുന്ന പേര് എന്താണ്? ലോഡിംഗ് ആണോ, ഇൻഷ്യലൈസിംഗ് ആണോ, ബൂട്ടിംഗ് ആണോ, ലോഞ്ചിങ് ആണോ? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബൂട്ടിംഗ് ആണ്. കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തനക്ഷമമായി വരുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്താണ്? ബൂട്ടിംഗ് എന്നാണ്. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യം. പ്രോഗ്രാം ചെയ്യാത്ത സിം കാർഡുകൾ ഉപയോഗിച്ച് നിലവിലുള്ള സിം കാർഡിന്റെ പകർപ്പ് ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണെന്നാണ്. എന്താണ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സൈബർ സ്ക്വാറ്റിംഗ്, സൈബർ സ്റ്റോക്കിംഗ്. ഓപ്ഷൻ സി നോക്കി ക്രാക്കിംഗ്, ഓപ്ഷൻ ഡി സിം ക്ലോണിംഗ്. ഏതാണ് റൈറ്റ് ആൻസർ? പ്രോഗ്രാം ചെയ്യാത്ത സിം കാർഡുകൾ ഉപയോഗിച്ച് നിലവിലുള്ള സിം കാർഡിന്റെ പകർപ്പ് ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യനെ പറയുന്ന പേരാണ് സിം ക്ലോണിംഗ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സിം ക്ലോണിംഗ്. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം. എതർനെറ്റ് പോർട്ട് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ് നോക്കാം. സീരിയൽ പോർട്ട്, USB പോർട്ട്, ലാൻ പോർട്ട്, പാരലൽ പോർട്ട്. എതർനെറ്റ് പോർട്ട് എന്നറിയപ്പെടുന്ന ഏത് പോർട്ടാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലാൻ പോർട്ടാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ട്. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. വെബ് പേജുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം 25ാമത്തെ ചോദ്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ടാലി കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒന്നാമത്തെ കൊടുത്തിട്ടുണ്ട് ടാലി എന്ന് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ പേറോൾ സിസ്റ്റം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, ഒരു ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അല്ലെ. മൂന്നാമത്തെ ജിംബ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇമേജ് സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത്. നാലാമത്തെ എയർലൈൻ റിസർവേഷൻ സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ 1, 3. രണ്ടാമത്തെ ഓപ്ഷൻ 2, 4. മൂന്നാമത്തെ 1, 2, 3. നാലാമത്തെ 1, 2, 3, 4. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3, 4. അതായത് ടാലി, പേറോൾ സിസ്റ്റം, ജിംബ്, എയർലൈൻ റിസർവേഷൻ സിസ്റ്റം എല്ലാം എന്ത് തന്നെയാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അല്ലേ. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ അറിയാനുണ്ട്. കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ലാറ്റിൻ ആണ് കേട്ടോ. കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്ന ഭാഷ ലാറ്റിൻ ആണ്. കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? ചാൾസ് ബാബേജ് ആണ്. കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? ചാൾസ് ബാബേജ് ആണ്. ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാൾസ് ബാബേജ് അല്ല, അതാരാണ്? അലൻ ട്യൂറിംഗ് ആണ്. അലൻ ട്യൂറിംഗ് ആണ്. കമ്പ്യൂട്ടർ യുഗത്തിന്റെ പിതാവ് ആരാണ്? വില്യം ഷിക്കാർഡ് ആണ്. അപ്പോൾ എന്താണ് പറയുന്നത്? കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ്, ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവ് അലൻ ട്യൂറിംഗ്, കമ്പ്യൂട്ടർ യുഗത്തിന്റെ പിതാവ് വില്യം ഷിക്കാർഡ്. കമ്പ്യൂട്ടർ പരിണാമത്തിന് കാരണമായ ഒരു പ്രധാന കണ്ടുപിടുത്തമാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിന്റെ ഒന്നാം ജനറേഷൻ എന്ന് അറിയപ്പെടുന്നത് 1948 to 1956 ആയിരുന്നു. ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഏതാണ്? വാക്വം ട്യൂബാണ്. രണ്ടാം ജനറേഷൻ എന്ന് പറയുമ്പോൾ 1956 to 1963 ആയിരുന്നു. രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഏതാണ്? ട്രാൻസിസ്റ്റർ ആണ്. ഇനി മൂന്നാം ജനറേഷൻ എന്ന് പറയുന്നത് 1964 to 71 ആണ്. അപ്പോഴാണ് IC
ചിപ്പുകളൊക്കെ വന്നത്. IC ചിപ്പുകൾ കണ്ടെത്തിയത് ജാക്ക് കിൽബിയാണ്. 3ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് IC ചിപ്പുകളാണ്. അപ്പൊ ആദ്യം വാക്വം ട്യൂബ് വന്നു, പിന്നെ ട്രാൻസിസ്റ്റർ വന്നു, പിന്നെ IC ചിപ്പ് വന്നു, പിന്നെയാണ് മൈക്രോ പ്രോസസർ വന്നത് 4ാം ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ. അതായത് 1971 ടു 1990 വരെയാണ് 4ാം ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിലാണ് ഏത് വന്നത്? മൈക്രോ പ്രോസസർ വന്നത്. ലോകത്തിലെ ആദ്യ മൈക്രോ പ്രോസസർ ഏതാണ്? ഇന്റൽ 4004 ആണ്. കമ്പ്യൂട്ടറിന്റെ 5ാം ജനറേഷൻ വന്നിരിക്കുകയാണ്. ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അല്ലെ. 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ്? ULSI ആണ്. എന്താണ് ULSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. എന്താണ്? അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടുന്നത് 5ാം ജനറേഷനിലെ കമ്പ്യൂട്ടറുകളാണ്. സൂപ്പർ കമ്പ്യൂട്ടർ ഉൾപ്പെടുന്നത് 5ാം ജനറേഷനിലെ കമ്പ്യൂട്ടറുകളാണ്. 5ാം ജനറേഷൻ കമ്പ്യൂട്ടർ ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലാണുള്ളത്. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കുന്നത് പ്രധാന ഫുൾ ഫോമുകളാണ്. അതിൽ പ്രധാന മോണിറ്ററുകളാണ്. ഏതാണ്? CRT. CRT എന്ന് പറയുമ്പോൾ എന്താണ്? കാഥോഡ് റേ ട്യൂബ് ആണ്. CRT കാഥോഡ് റേ ട്യൂബ്. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അത് എല്ലാവർക്കും അറിയാം അല്ലെ. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. LCD എപ്പോഴും ചോദിക്കാറുണ്ട്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. പിന്നെ TFT കേട്ടിട്ടുണ്ടോ? തിൻ ഫിലിം ട്രാൻസിസ്റ്റർ. ഈ പ്രധാനമായ മോണിറ്ററുകൾ വരുന്നത് ഏതൊക്കെയാണ്? CRT, LED, LCD, TFT, 3D മോണിറ്റർ വരുന്നുണ്ട്, പ്ലാസ്മ വരുന്നുണ്ട്. CRT എന്താണെന്ന് പറഞ്ഞത്? കാഥോഡ് റേ ട്യൂബ് ആണ്. LED എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. LCD എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. TFT എന്താണ്? തിൻ ഫിലിം ട്രാൻസിസ്റ്റർ ആണ്. പിന്നെ അടുത്ത ഏതാ വരുന്നത്? 3D അല്ലെ, 3 ഡയമെൻഷണൽ മോണിറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്മയും വരുന്നുണ്ട്. പിന്നെ എപ്പോഴും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ബിറ്റുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതായത് കമ്പ്യൂട്ടറിലെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് നമ്മൾ എന്താ പറയുക? ബിറ്റ് എന്ന് പറയാം. ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 അല്ലേ. കമ്പ്യൂട്ടറിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് ബൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിബിൾ ആണ്. ഹാഫ് ബൈറ്റ് എന്ന് പറയുന്നത് നിബിൾ ആണ്. കമ്പ്യൂട്ടറിനെ പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ബിറ്റ് എന്ന് പറയുന്നത്. 4 ബിറ്റ് ആണ് ഒരു നിബിൾ അല്ലേ. അതുകൊണ്ട് അതിന് ഹാഫ് ബൈറ്റ് എന്ന് പറയുന്നത്. ഒരു ബൈറ്റ് എത്രയാണ്? 8 ബിറ്റ് ആണ്. അപ്പോൾ ഒരു ബൈറ്റ് 8 ബിറ്റ് ആണ്. ഹാഫ് ബൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നിബിൾ ആണ്. മറന്നു പോയത്, ഹാഫ് ബൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നിബിൾ ആണ്. അപ്പോൾ ഒരു വേർഡ് എന്ന് പറയുമ്പോൾ എത്ര ബിറ്റ് വരും? 16 ബിറ്റുകളായിരിക്കും വരിക. അപ്പൊ ശ്രദ്ധിക്കുക, 4 ബിറ്റ് എന്ന് പറയുന്ന ഒരു നിബിൾ ആണ്, 8 ബിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബൈറ്റ് ആണ്, 16 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു വേർഡ് ആണ്. 1224 ബിറ്റ് 1024 ബൈറ്റ്സ് എന്ന് പറയുന്നത് 1 കിലോ ബൈറ്റ് ആണ്. 1024 കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 1 മെഗാബൈറ്റ് ആണ്. 1024 മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1 ജിഗാബൈറ്റ് ആണ്. 1024 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് 1 ടെറാബൈറ്റ് ആണ്. ഈ കാര്യങ്ങൾ ടെറാബൈറ്റ് വരെയാണ് മിക്കവാറും ചോദിക്കാറുള്ളത്. ഈ സൈബർ നിയമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് പാലിക്കപ്പെടേണ്ട നിയമമാണ് സൈബർ നിയമം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ നിയമം പറയാം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് നിയമം എന്ന് പറയാം. സൈബർ നിയമം പാസ്സാക്കിയത് 2000-ലാണ്. ജൂൺ 9 സൈബർ നിയമം പാസ്സാക്കിയത്. അത് നിലവിൽ വന്നത് എപ്പോഴാണ്? ഒക്ടോബർ 17-നാണ്. IT ആക്ട് നിലവിൽ വരുമ്പോൾ ചാപ്റ്റേഴ്സ് 13, ഭാഗങ്ങൾ 94, പട്ടികകൾ 4 എണ്ണമാണുള്ളത്. ചാപ്റ്റേഴ്സ് 13, ഭാഗങ്ങൾ 94, പട്ടികകൾ 4. ഓക്കെ, ഇനി അടുത്ത് ഇന്ത്യയിൽ സൈബർ നിയമം ഭേദഗതി ചെയ്തത് 2008 ഡിസംബർ 23-24 അത് ഭേദഗതി ചെയ്യപ്പെട്ടു. അത് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27-നാണ്. ഇനി അടുത്തത് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള 2 ഫാക്ട്സ് ആണ്. കോൾഡ് ബൂട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വാം ബൂട്ടിംഗ് ഉണ്ട്. കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഷട്ട് ഡൗൺ ചെയ്തിരുന്ന ഒരു കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാകുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വാം ബൂട്ടിംഗ് ആണ്. എന്താണ് വാം ബൂട്ടിംഗ് എന്ന് പറയുന്നത്? പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്ന പ്രക്രിയ. രണ്ടും മാറിപ്പോകരുത്. കോൾഡ് ബൂട്ടിംഗ് അതുപോലെ തന്നെ വാം ബൂട്ടിംഗ്. എന്താണ് കോൾഡ് ബൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷട്ട് ഡൗൺ ചെയ്തിരുന്ന ഒരു കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാക്കുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് എന്ത്? കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്ന പ്രക്രിയ. ഒരു കമ്പ്യൂട്ടർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് റീസ്റ്റാർട്ട് ചെയ്യുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് എന്ത്? വാം ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു 3 ഡേറ്റും കൂടി ഓർത്ത് വെക്കുക. ഡിസംബർ 2, നവംബർ 30, മെയ് 17. ഓക്കെ, കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു 3 ഡേറ്റും കൂടി ഓർത്ത് വെക്കുക.
ഡിസംബർ 2, നവംബർ 30, മെയ് 17. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ് ഡിസംബർ 2. നവംബർ 30 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമാണ്. മെയ് 17 എന്ന് പറയുന്നത് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമാണ്. അപ്പോൾ എന്താണ് ഡിസംബർ 2 എന്ന് പറയുന്നത് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ്. നവംബർ 30 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമാണ്. സാക്ഷരതാ ദിനവും സുരക്ഷാ ദിനവും മാറിപ്പോകരുത്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2 ആണ്. നവംബർ 30 കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമാണ്. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമാണ് മെയ് 17. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം എന്നാണ്? മെയ് 17-നാണ്. ഓക്കെ, അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. വൈഫൈയുടെ പൂർണ്ണരൂപം എന്താണ്? അതും കൂടി പറയാൻ മറന്നല്ലേ. വൈഫൈയുടെ പൂർണ്ണരൂപം എപ്പോഴും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. വൈഫൈയുടെ പൂർണ്ണരൂപം എന്താണ്? വയർലെസ് ഫിഡലിറ്റി എന്നാണ്. വയർലെസ് ഫിഡലിറ്റി. ഓക്കെ, അപ്പോൾ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.